നമസ്കാരം. പിണറായിക്ക് കൊന്ത ശാപമാണോ പൊതുജനത്തിന്റെ മൊത്തം ശാപമാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇലക്ഷൻ അടുത്തു നിൽക്കെ നല്ല ഭേഷായിട്ടുണ്ട് കാര്യങ്ങൾ. ഷോൺ ജോർജ് ആണ് വീണയ്ക്ക് ഏറ്റവും വലിയ പാര, പുറകെ മാത്യു കുഴൽനാടനും. ഇതിപ്പോ വീണയ്ക്ക് മൂലത്തിൽ കുജനാണോ ശനിയാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് പരിതാപകരം. പക്ഷെ പിണറായിക്ക് 7.5 ശനിയാണെന്ന് ഉറപ്പാണ്, കൊണ്ടേ പോകൂ. അല്ല, ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രാക്ക് കിട്ടിയാലും മതി ഇമ്മാതിരി മുടിയാൻ. എങ്ങനെ ജീവിച്ചിരുന്ന കുടുംബമാണ് ഇതിപ്പോൾ. 3 വർഷം മുമ്പേ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നത്രേ. ഇപ്പോഴാണ് ഈ വിവരമെല്ലാം പുറത്തു വരുന്നത്. അതായത് ഇത്രനാൾ ആരും അറിയാതെ ഇതെല്ലാം പൂഴ്ത്തിവെച്ചു എന്നർത്ഥം. ഒത്തുകളിക്കാൻ BJPയും ശ്രമിച്ചു. പക്ഷെ ചങ്കുറപ്പുള്ള 2 പേർ പിണറായിക്കെതിരെ നിലകൊണ്ടതോടെ ആ സാമ്രാജ്യം നിലം പൊത്താൻ തുടങ്ങി. ഇതിപ്പോൾ വീണയ്ക്ക് 17 വർഷമാണ് ജയിൽ ശിക്ഷ 2 കുറ്റകൃത്യങ്ങളിലായി അനുഭവിക്കേണ്ടി വരിക. ബാക്കി കുറ്റങ്ങളും ശിക്ഷകളും ഒക്കെ പുറകെ വരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL അടക്കമുള്ള 12 സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇപ്പോൾ ED അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം 3 വർഷം മുമ്പേ നടന്നിരുന്നു. ഇതേ കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് EDയും അന്വേഷണം ആരംഭിച്ചത്. കമ്പനി നിയമപ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന 447 വകുപ്പ് ചുമത്താം. ഈ വകുപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം, അതായത് PMLA നിയമപ്രകാരം EDക്കും അന്വേഷണം നടത്താനുള്ള വഴി തുറക്കുന്നുണ്ട്. അതാണിപ്പോൾ നടന്നിരിക്കുന്നത്. സാധാരണ കമ്പനി കേസുകളിൽ SFIO അന്വേഷണം തുടങ്ങിയാൽ അത് സംബന്ധിച്ച് മറ്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ചട്ടം. എന്നാൽ പ്രത്യേകിച്ച് IT സേവനങ്ങളൊന്നും നൽകാതെ 12 സ്ഥാപനങ്ങൾ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ഈ 12 സ്ഥാപനങ്ങൾക്കും SFIO നോട്ടീസ് നൽകി. ഇങ്ങനെ നൽകിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ഈ സ്ഥാപനങ്ങൾക്കോ എന്തിനാണ് തുക ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക് കമ്പനിക്കോ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കേസ് അന്വേഷണത്തിൽ EDയെ ഉൾപ്പെടുത്താനുള്ള ശുപാർശ SFIO കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നൽകിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ ശേഖരിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ 447 വകുപ്പും ഉൾപ്പെടുത്തിയതോടെ അതിനുള്ള സാഹചര്യവും ഒരുങ്ങി. വ്യാജരേഖ ചമയ്ക്കലിന് 7 വർഷമാണ് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. ഇത് IPC 465 പ്രകാരം വ്യാജ തെളിവ് ഉണ്ടാക്കുക, 468 വ്യാജ തെളിവ് ഉപയോഗിക്കുക, 471 അധികാര സ്ഥലത്ത് കൊടുക്കുക, 474 കാര്യലാഭത്തിന് ഉപയോഗിക്കുക, പിന്നീട് 193 മുതൽ 211 വരെ വ്യാജ തെളിവുണ്ടാക്കുന്നത് സംബന്ധിച്ച മറ്റ് വകുപ്പുകൾ പ്രകാരവുമാണ് വീണയ്ക്ക് എതിരെ വരിക. ഇതെല്ലാം കൂടിച്ചേർന്നാണ് 7 വർഷം കൂടി തടവ് വരുന്നത്. കമ്പനി നിയമപ്രകാരം 10 ലക്ഷം രൂപയിൽ കൂടുതൽ തുകയ്ക്കുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വെളിപ്പെട്ടാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും ഇപ്പറഞ്ഞ 7 വർഷം തടവും കൂടി ചേർന്നാൽ 17 വർഷം വീണയുടെ കാര്യം ജയിലിൽ തന്നെയാകും. ഇതിനു പുറകെയാണ് മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ കൂടി വരിക. രേഖകളിൽ കൃത്രിമം നടത്തിയതിനുള്ള 448 വകുപ്പും SFIO കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കേസിൽ ആദ്യ അന്വേഷണം നടത്തിയ ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലും ED അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. എന്തായാലും കമൽ ചേച്ചി പോയി ഒന്ന് നോക്കിക്കുന്നത്, പ്രശ്നം വെപ്പിക്കുന്നത് നല്ലതായിരിക്കും. കുജനാണോ 7.5 ശനിയാണോ അതോ ചൊവ്വയാണോ എന്നൊക്കെ ഒന്ന് വേർതിരിച്ചറിയുകയും അതിനുവേണ്ട വഴിപാടുകളൊക്കെ നടത്തുകയും കൂടി ചെയ്യാമല്ലോ. നന്ദി.